നമസ്കാരം. ഒരേയൊരു ചോദ്യം: എന്തുകൊണ്ടാണ് അമേരിക്കൻ ഡോളർ ഒരു ആഗോള കറൻസിയായി മാറിയത്? എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിനെ ആഗോള കറൻസിയാക്കാൻ നിർബന്ധിതമാകേണ്ടി വന്നത്? ഒരു രാജ്യം എത്ര വലിയ ശക്തിയാണെങ്കിലും, അത് റഷ്യ ആയാലും ചൈന ആയാലും, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ എന്തുകൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഒറ്റ രാത്രി കൊണ്ട് തകർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് മറ്റ് ചെറിയ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയാൽ പോലും അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്? ഡോളറിനെ അമേരിക്ക ഒരു ആയുധമായി ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെങ്കിൽ ലോകത്ത് നടക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റി എഴുതേണ്ടി വരും. ഈ വീഡിയോയിൽ ഈ വിഷയങ്ങളെല്ലാം വളരെ ലളിതമായ ഭാഷയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ വിവരങ്ങൾ മനസ്സിലാക്കിയാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം മാത്രം നോക്കി അവരുടെ ബന്ധം എങ്ങനെയെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കറൻസി എന്നൊരു ആശയം ഉണ്ടായിരുന്നില്ല. ആളുകൾ അവരുടെ കൈവശമുള്ള സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്നു. ഇതിനെയാണ് നമ്മൾ ബാൾട്ടർ സിസ്റ്റം എന്ന് വിളിച്ചിരുന്നത്. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ അതിനു പകരം അരി കൊടുക്കുക, തേങ്ങയ്ക്ക് പകരം ചക്ക. ലളിതമായ ഈ സമ്പ്രദായം ചെറിയ തോതിലുള്ള വ്യാപാരങ്ങൾക്ക് നല്ലതായിരുന്നു. എന്നാൽ വലിയ ഇടപാടുകൾക്ക് ഇത് ബുദ്ധിമുട്ടായിരുന്നു. സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കേടാവുമെന്ന പ്രശ്നം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ പ്രശ്നത്തിന് പരിഹാരമായി ആളുകൾ ലോഹങ്ങളിലേക്ക് തിരിഞ്ഞു. സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കേടാവാത്തതുകൊണ്ട് അവ ശേഖരിച്ചു വെക്കാനും ആവശ്യമുള്ളപ്പോൾ കൈമാറ്റം ചെയ്യാനും സാധിക്കുമായിരുന്നു. ഇത് വ്യാപാരത്തെ കൂടുതൽ എളുപ്പമാക്കി. പിന്നീട് ഈ ലോഹങ്ങൾ ഉപയോഗിച്ച് നാണയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുള്ള ഈ നാണയങ്ങൾ വ്യാപാരത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. എന്നാൽ ഇതിനും ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. വലിയ അളവിലുള്ള വ്യാപാരത്തിന് വലിയ അളവിൽ നാണയങ്ങൾ കൊണ്ടുപോകേണ്ടതായി വന്നു. ഇത് ഭാരമുള്ളതും അപകടകരവുമായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായി പുതിയൊരാശയം ഉടലെടുത്തു. സ്വർണം കൈവശമുള്ള ഒരാൾ അത് ഒരു വ്യാപാരിയെ ഏൽപ്പിച്ച് അതിന് പകരമായി ഒരു രസീത് വാങ്ങി. ഈ രസീത് ഉപയോഗിച്ച് മറ്റൊരു നഗരത്തിലെ വ്യാപാരിയിൽ നിന്ന് അയാൾക്ക് സ്വർണം തിരികെ വാങ്ങാമായിരുന്നു. സ്വർണം നേരിട്ട് കൊണ്ടുപോകുന്നതിലെ ഭാരവും അപകടവും ഇതോടെ ഇല്ലാതായി. ഈ രസീതുകളാണ് പിന്നീട് കറൻസികളായി മാറിയത്. പേപ്പർ കറൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ അതിൻ്റെ മൂല്യം എങ്ങനെ ഉറപ്പുവരുത്തുമെന്ന ചോദ്യം വന്നു. ഇതിന് പരിഹാരമായി ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം ആ രാജ്യം കൈവശം വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവുമായി ബന്ധപ്പെടുത്തി. അതിനെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ശക്തിയായിരുന്നത് ബ്രിട്ടനായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർക്ക് സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ കറൻസിയായ പൗണ്ട് സ്റ്റെർലിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ കറൻസിയായി മാറി. ലോകത്തെ 60% വ്യാപാരം നടന്നിരുന്നത് പൗണ്ട് സ്റ്റെർലിംഗിലായിരുന്നു. പല രാജ്യങ്ങളും സ്വർണത്തിന് പകരം പൗണ്ട് സ്റ്റെർലിംഗ് അവരുടെ കരുതൽ ധനമായി സൂക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം ഈ എല്ലാ കണക്കുകൂട്ടലുകളും മാറ്റിമറിച്ചു. യുദ്ധം യൂറോപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ബ്രിട്ടൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. അവരുടെ സ്വർണ്ണശേഖരം കുത്തനെ കുറഞ്ഞു. ഈ സമയത്താണ് അമേരിക്ക രംഗപ്രവേശം ചെയ്യുന്നത്. യുദ്ധത്തിൽ ആദ്യം നിഷ്പക്ഷത പാലിച്ച അമേരിക്ക യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങളും ഭക്ഷണവും നൽകി വലിയ ലാഭം നേടി. അങ്ങനെ അമേരിക്കയുടെ സ്വർണ്ണശേഖരം വർദ്ധിച്ചു. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ അമേരിക്ക വീണ്ടും ആയുധങ്ങൾ വിറ്റ് ലാഭമുണ്ടാക്കി. അതോടെ ലോകത്തിൻ്റെ 70% സ്വർണവും അമേരിക്കയുടെ കൈവശമായി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചതോടെ യൂറോപ്പിലെയും ജപ്പാനിലെയും പല രാജ്യങ്ങളും തകർന്നു. അവർക്ക് പുനർനിർമ്മാണത്തിന് സഹായം ആവശ്യമായിരുന്നു. അങ്ങനെ 1944 അമേരിക്കയിലെ ബ്രട്ടൺ വുഡ്സ് എന്ന സ്ഥലത്ത് 44 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നു. ഈ യോഗത്തിൽ ഒരു പുതിയ ലോക സാമ്പത്തിക വ്യവസ്ഥിതിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരം അമേരിക്കയുടെ കൈവശമായിരുന്നതുകൊണ്ട് അമേരിക്കൻ ഡോളറിനെ ലോകത്തിലെ പ്രധാന കറൻസിയായി പ്രഖ്യാപിച്ചു. ഒരു ഔൺസ് സ്വർണം $35 തുല്യമാക്കി. മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ കറൻസിയെ ഡോളറുമായി ബന്ധപ്പെടുത്തി. അങ്ങനെ IMFും വേൾഡ് ബാങ്കും രൂപം കൊണ്ടു. ഈ കരാർ പ്രകാരം യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങൾക്ക് പുനർനിർമ്മാണത്തിനായി വായ്പകൾ നൽകാൻ തുടങ്ങി. എന്നാൽ ഈ വായ്പകളെല്ലാം ഡോളറിലായിരുന്നു നൽകിയത്. ഇതിലൂടെ ലോകത്ത് ഡോളറിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ കറൻസികൾ വിശ്വാസമില്ലായിരുന്നത് കാരണം ഡോളർ ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരായി. 1970-കളോടെ എണ്ണയുടെ ആവശ്യം കുതിച്ചുയർന്നു. ഈ സമയത്താണ് അമേരിക്ക സൗദി അറേബ്യയുമായി ഒരു രഹസ്യ കരാർ ഉണ്ടാക്കുന്നത്. ഈ കരാർ പ്രകാരം സൗദി അറേബ്യ ലോകത്ത് എണ്ണ വിൽക്കുന്നത് അമേരിക്കൻ ഡോളറിൽ മാത്രമായിരിക്കും. ഇതിന് പകരമായി അമേരിക്ക സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കും. ഈ കരാറാണ് പെട്രോ ഡോളർ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഈ കരാറോടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും എണ്ണ വാങ്ങാൻ ഡോളർ ആവശ്യമായി വന്നു. ഡോളറിന് ഒരു വലിയ ഡിമാൻഡ് ഉണ്ടാക്കാൻ ഇത് സഹായിച്ചു. എന്നാൽ 1971 അമേരിക്കയുടെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിൻ്റെ സ്വർണ്ണബന്ധം അവസാനിപ്പിച്ചു. ഇതോടെ ഡോളർ ഒരു ഫിയറ്റ് കറൻസിയായി മാറി. അതിൻ്റെ മൂല്യം സ്വർണത്തെയല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക ശക്തിയെ ആശ്രയിച്ചായി. ഈ തീരുമാനത്തിന് ശേഷം ഡോളറിനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചവർക്ക് വലിയ വില നൽകേണ്ടി വന്നു.
ഉദാഹരണത്തിന് എണ്ണ ഇടപാടുകൾ യൂറോയിൽ നടത്താൻ ശ്രമിച്ച സദ്ദാം ഹുസൈനെ 2003 അമേരിക്കൻ സൈന്യം അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി സ്വർണ്ണ ദിനാർ കറൻസി കൊണ്ടുവരാൻ ശ്രമിച്ച ഗദ്ദാഫി കൊല്ലപ്പെട്ടു. എണ്ണ ഇടപാടുകൾ യൂറോയിൽ നടത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് അമേരിക്ക ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ലോകത്തെ ബാങ്കുകൾ തമ്മിലുള്ള പണമിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര ശൃംഖലയാണ് സ്വിഫ്റ്റ് അഥവാ സൊസൈറ്റി ഓഫ് വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഈ ശൃംഖലയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണ്. ഏതെങ്കിലും രാജ്യത്തെ സ്വിഫ്റ്റിൽ നിന്നും പുറത്താക്കിയാൽ ആ രാജ്യത്തിന് അന്താരാഷ്ട്ര വ്യാപാരം നടത്താൻ കഴിയില്ല. ഇറാനെയും റഷ്യയും സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കിയത് ഇതിന് ഉദാഹരണമാണ്. ഇതിലൂടെ അമേരിക്കയ്ക്ക് ഒരു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ സാധിക്കും. ഇതൊരു സാമ്പത്തിക ആണവായുധത്തിന് തുല്യമായ ഒന്നാണ്. ഡോളറിനെതിരെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡോളറിന് ഒരു ബദൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവർ പ്രാദേശിക കറൻസികൾ വ്യാപാരം നടത്താൻ ശ്രമിക്കുന്നു. ഡോളറിനെതിരെയുള്ള നീക്കങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരാണ് ഡി ഡോളറൈസേഷൻ. കൂടാതെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഒരു പുതിയ കറൻസി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രമങ്ങൾ ഫലം കാണുമോ എന്നത് കാലം മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഡോളറിൻ്റെ ആധിപത്യം ഇന്നും ശക്തമായി തന്നെ തുടരുന്നു. അമേരിക്കയുടെ സൈനിക ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് അവരുടെ സാമ്പത്തിക ശക്തി. അതുകൊണ്ട് ലോകരാഷ്ട്രീയം മനസ്സിലാക്കാൻ ഡോളറിൻ്റെ സാമ്പത്തിക ശക്തി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അദൃശ്യമായ ശക്തിയാണ് എപ്പോഴും ലോകത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ നയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.